8-ാമത്തെ സ്കന്ധത്തിൽ ആദ്യം കാണുന്ന ഒരു ചരിതമാണ് ഗജേന്ദ്രമോക്ഷം. ദ്രവിഡദേശത്തെ രാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. അദ്ദേഹം ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിച്ചു. യഥാകാലം ഈ ലോക ജീവിതത്തോട് അദ്ദേഹത്തിന് വൈരാഗ്യമുണ്ടായി. കാരണം ഇതിൻ്റെയൊക്കെ അനുഭവം എത്ര കണ്ട് ഈ ലോകത്തിന് സുഖവും സന്തോഷവും നൽകാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് നന്നേ ബോധ്യം വന്നു. അങ്ങനെ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം അദ്ദേഹം ത്യജിക്കാൻ സ്വയമേവ സന്നദ്ധനായി. നമുക്ക് സ്വയമേവ ഈ വിഷയങ്ങളിൽ നിന്ന് വിരമിക്കാൻ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം ഉണ്ടാകണം. ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ഏതെങ്കിലും ജീവിതത്തിലുണ്ടാകുന്ന നിരാശ മൂലമോ മറ്റേ ആരെങ്കിലും അനുകരിക്കുന്നതിന് വേണ്ടിയോ അല്ല ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാകരുത്. സ്വയമേവ ഈ ലോകത്തിന് ഇത്രത്തോളമേ നൽകാനുള്ളൂ എന്ന് ബോധ്യം വന്ന് അത് മനസ്സിലുറച്ച് ഒരു ഉചിതമായ തീരുമാനം യോഗ്യമായ സമയത്തെടുക്കാനാണ് ഇവിടെ ശാസ്ത്രങ്ങൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം എന്തായാലും ഭരണാധികാരിക്ക് യഥാസമയം ലോകജീവിതത്തോട് വൈരാഗ്യമുണ്ടായി ഇന്ദ്രദ്യുമ്നന്. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. നേരെ വനപ്രവേശം ചെയ്തു. കാട്ടിലൊരു പർണശാല, ഒരു ചെറിയ കുടീരം നിർമ്മിച്ച് അവിടെ കഴിഞ്ഞുകൂടുകയാണ്. വൈഷ്ണവോപാസനയിലാണ് അദ്ദേഹം പ്രവേശിച്ചത്. വൈഷ്ണവ സംബന്ധിയായ ശ്ലോകങ്ങളും സ്തുതികളും മഹാവിഷ്ണു ധ്യാനവും അദ്ദേഹം നിരന്തരം പരിശീലിച്ചിരുന്നു. ഇതൊക്കെ ഭാഗവതം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില മാതൃകകളാണ്. എത്ര വലിയ സമ്പന്നനായാലും, എത്ര കീർത്തി കേട്ടയാളായാലും, എത്ര ആരോഗ്യവാനായാലും, സൗന്ദര്യമുള്ള ആളാണെങ്കിലും, ബന്ധുബലം ധാരാളമുള്ള ആളാണെങ്കിലും അവർക്കൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ നശ്വരമാണെന്ന് തിരിച്ചറിവുണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുന്നതിന് പ്രകൃതി തന്നെ ചില സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിക്കും. പ്രകൃതിയുടെ ആ നിർദ്ദേശങ്ങളെയോ സൂചനകളെയോ എത്ര കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ അവിടെയാണ് വൈരാഗ്യത്തോടെ മുന്നേറാൻ നമുക്കൊരു ഉൾബലം ഉണ്ടാകുന്നത്. അപ്പം ഇതും ഈ കഥയുടെ ഒരു ഉൾഭാഗമാണെന്ന് ആദ്യമേ ഉറപ്പിച്ചു വയ്ക്കുക. എന്തായാലും പർണശാലയിൽ വൈഷ്ണവ ഉപാസനയിൽ മുഴുകിക്കഴിഞ്ഞു ഇന്ദ്രദ്യുമ്നൻ. അങ്ങനെ കഴിയുന്ന കാലത്ത് ഒരിക്കൽ അഗസ്ത്യ മഹർഷി പരിവാരങ്ങളോടൊപ്പം അതുവഴി വരാനിടയായി. അപ്പം അഗസ്ത്യ മഹർഷിയും കൂട്ടരെയും കണ്ട് അദ്ദേഹത്തെ യഥാവിധി സ്വീകരിക്കാനും ഉപചരിക്കാനും ഒന്നും ഇന്ദ്രദ്യുമ്നൻ തയ്യാറായില്ല. അപ്പം അതും സൂചിപ്പിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ ആദരിക്കാനും അവരെ സ്വീകരിക്കാനും ഒക്കെ ഉള്ളൊരു സന്നദ്ധത മനസ്സിനുണ്ടാകുന്നത് ഒരു വിശാലമായ മനസ്സിൻ്റെ തലത്തിൽ മാത്രമേ ഉള്ളൂ. സ്വാർത്ഥത വർദ്ധിച്ചാൽ, അഹങ്കാരവും അഭിമാനവും അഹന്തയും അജ്ഞതയും ഒക്കെ വർദ്ധിച്ചാൽ അതുവഴി നമ്മിൽ കടന്നുകൂടുന്ന വിപരീത ശീലങ്ങളെയാണ് ഇവിടെ ഇന്ദ്രദ്യുമ്നനിലൂടെ മാതൃകയിലൂടെ പ്രദർശിപ്പിക്കുന്നത്. വാസ്തവത്തിൽ സാധകന്മാർക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു സന്ദർഭവും കൂടി ഇവിടെയുണ്ട്. സാധനയുടെ ആരംഭഘട്ടത്തിൽ, അതായത് ഈശ്വരാന്വേഷണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഓരോ വ്യക്തിയിലും അന്തർഭവിച്ചിട്ടുള്ള അനവധി ജന്മങ്ങളിൽ ആർജിച്ചതുമായ ഈ വിപരീത ശീലങ്ങളാണ് പെട്ടെന്ന് ഉണർന്നു വരിക. തമോ ഗുണത്തിൻ്റെ അമിതാധിക്യം മൂലം ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്ന ചേർന്നിരിക്കുന്ന വിപരീത പ്രേരണകളാണ് ആദ്യം പൊന്തി വരിക. അതവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ ചിലപ്പോൾ പ്രകടമായി എന്ന് വരും. അത്തരം രീതികളെ വേണ്ടതുപോലെ ശ്രദ്ധിച്ച് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് ശരിയായ മാർഗനിർദ്ദേശം നടത്താൻ ഒരു ആചാര്യൻ്റെയോ ഗുരുവിൻ്റെയോ സമ്പർക്കമില്ല എങ്കിൽ പലപ്പോഴും സാധകന്മാർക്ക് സംഭവിക്കുന്നത് വലിയ പരാജയമാണ്. അതെപ്പോഴും ഓർത്തു വയ്ക്കേണ്ടതാണ്. ഒരു ഗുരുവിൻ്റെ ആവശ്യം, അധ്യാത്മജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ പ്രസക്തി ഭാഗവതം വളരെ പല സാഹചര്യങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം എന്തായാലും അങ്ങനെ സാധനയിൽ പ്രവേശിച്ചു. നമുക്ക് സാധാരണ അറിയാം, പലപ്പോഴൊക്കെ സാമാന്യ ജനങ്ങൾ കാണുന്ന രീതിയാണ് കുറച്ചൊക്കെ ഭാഗവതം വായിക്കാൻ സാധിക്കുക. പിന്നെ ഭാഗവതത്തിലെ കഥകളൊക്കെ വായിച്ചോ കേട്ട് മനസ്സിലാക്കിയോ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുക, കുറേ ആൾക്കാർ നമ്മളെ ബഹുമാനിക്കുക, എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ തന്ന് സന്തോഷിപ്പിക്കുക, പൊതുവേദിയിൽ വെച്ച് ആദരിക്കുക, ഇങ്ങനെയൊക്കെ വന്നാൽ സ്വാഭാവികമായും അത്തരക്കാരിൽ അഹന്തയോ അഹങ്കാരമോ ദുരഭിമാനമോ ഒക്കെ വളരാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം വിപരീത ശീലങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? അത് ഈ ആത്മാന്വേഷണ യാത്രയിൽ വലിയൊരു പ്രതിസന്ധിയാണ്, ദുർഘടമാണ്. അപ്പം അത്തരം വിപരീത ശീലങ്ങളെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ അതിശക്തമായ ഒരു ചിന്താശേഷിയും നിശ്ചയദാർഢ്യവും ഉത്തരവാദിത്വ ബോധവും ക്ഷമയും ഒക്കെ ഉണ്ടാകണം. അപ്പം അത്തരം പ്രോത്സാഹനങ്ങളെ, ലോകജീവിതത്തിലുണ്ടാകുന്ന അത്തരം പ്രോത്സാഹനങ്ങളെ അതിൻ്റെ യഥാർത്ഥ തലം മനസ്സിലാക്കി അഭിമുഖീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സാധക ജീവിതം പരാജയത്തിലേക്കായിരിക്കും നീങ്ങുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇത്തരം കഥകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്.
എന്തായാലും അഗസ്ത്യ മഹർഷി അദ്ദേഹം സ്വീകരിക്കാനോ പരിചരിക്കാനോ സന്നദ്ധനായില്ല. അപ്പോൾ ഈ ഇന്ദ്രസേനയിൽ, രാജാവായിരുന്ന ഇന്ദ്രസേനയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അധികമായ തമോശീലങ്ങളെ അതിജീവിക്കാനുള്ള, അതിൽ നിന്ന് മുക്തനാകാനുള്ള അവസരം ഒരു ശാപത്തിലൂടെ മഹർഷി നൽകുകയാണ്. ഒരാനയായി തീരട്ടെ എന്നതായിരുന്നു മഹർഷിയുടെ ശാപം. ശാപം കേട്ടപ്പോൾ ഇന്ദ്രദ്യുമ്നന് കാര്യം മനസ്സിലായി. തൻ്റെ തെറ്റാണ്, തൻ്റെ അബദ്ധമാണ്, തൻ്റെ പക്വതയില്ലായ്മയാണ് ഇത്തരമൊരു ദുർവിധിക്ക് വഴിയൊരുക്കിയത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി. അദ്ദേഹം ആ ശാപത്തെ സ്വീകരിച്ചു. അങ്ങനെയാണ് ഇന്ദ്രദ്യുമ്നൻ ഒരാനയായി പുനർജനിക്കുന്നത്. ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരയിലെ മനോഹരമായൊരു ഭൂപ്രദേശത്ത് ഒരു കരിവീരനായി ഇന്ദ്രദ്യുമ്നൻ പുനർജനിച്ചു. അങ്ങനെ അവിടെ വളർന്നു. മറ്റാനകളുടെയൊക്കെ നേതാവായി ഈ ഇന്ദ്രദ്യുമ്നനാകുന്ന ആന അവിടെ ജീവിച്ചു. കാട്ടിലെ മറ്റ് മൃഗങ്ങൾക്കെല്ലാം ഈ കരിവീരനെ ഭയമായിരുന്നു. സിംഹമാകട്ടെ, പുലിയാകട്ടെ, അങ്ങനെ ശക്തരായ മറ്റു ജീവികൾക്കൊക്കെ ഈ കരിവീരനെ ഭയമായിരുന്നു. ആ ആന പോകുന്ന സ്ഥലത്തുകൂടി മറ്റ് മൃഗങ്ങൾ കൂടി പോയിരുന്നില്ല എന്നാണ്. അത്രയും ഭീകരനായിരുന്നു അയാൾ. ഒരു മതയാനയായി അവിടെ അങ്ങനെ വിഹരിച്ചു. എല്ലാം തട്ടിത്തെറിപ്പിച്ചും കുത്തിമറിച്ചും തോന്നിയ മാതിരി അവിടെ അങ്ങനെ ജീവിച്ചു രസിച്ചു കരിവീരൻ. ഒരിക്കൽ ആ ഭാഗത്ത് രൂക്ഷമായ ജലക്ഷാമം ഉണ്ടായി. അസഹ്യമായ ചൂട് വർദ്ധിച്ചു പെരുകി വന്നു. ആനകൾക്കൊക്കെ സഹികെട്ടു. മൃഗങ്ങളെല്ലാം കാട്ടിനുള്ളിലേക്ക് കടന്നു കളഞ്ഞു. അപ്പോൾ ദേഹം തണുപ്പിക്കാൻ, ദാഹം മാറ്റാനായി ജലമന്വേഷിച്ച് ഈ കരിവീരനും കൂട്ടരും പുറപ്പെട്ടു. അങ്ങനെ പോയി കാട്ടിനുള്ളിൽ ഒരു പൊയ്കയുടെ സമീപത്ത് എത്താനിടയായി. നിറഞ്ഞ ജലാശയം, ധാരാളം താമരപ്പൂക്കൾ അതിലിങ്ങനെ വിടർന്നു നിൽക്കുന്നു. അത് കണ്ടപ്പോൾ സന്തോഷിച്ച ആനകൾ ആ നദിയിലെ ആ ജലാശയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ചിഹ്നം വിളിച്ചും വെള്ളം കുടിച്ചും വെള്ളം ശരീരത്തിൽ കോരിയൊഴിച്ചും പരസ്പരം ചീറ്റിച്ചും താമര പുഷ്പങ്ങൾ പൊട്ടിച്ചെറിഞ്ഞും അങ്ങനെ ആർത്തുല്ലസിച്ചു. പരസ്പരം അവരിങ്ങനെ പല വികൃതികളിലും കുസൃതികളിലും ലീലകളിലും ഒക്കെ ഏർപ്പെട്ടു. കുറേ സമയം കഴിഞ്ഞു. ദേഹത്തിൻ്റെ ചൂടൊക്കെ ശമിച്ചു. സന്ധ്യയോടെടുത്തു. മടങ്ങിപ്പോകാൻ കാലമായി. എന്താ ചെയ്യുക? ആദ്യം ഈ ചെറിയ കുട്ടിയാനകൾ കരയ്ക്ക് കയറി. പിന്നാലെ പിടിയാനകളാണ് കരയ്ക്ക് കയറിയത്. ശേഷം കൊമ്പനാനകൾ ഓരോന്നോരോന്നായി കരയിലേക്ക് നീങ്ങിത്തുടങ്ങി. ഏറ്റവും ഒടുവിൽ നമ്മുടെ നേതാവ് പ്രധാനി ഈ കരിവീരൻ കരയിലേക്ക് കയറാൻ നീങ്ങിത്തുടങ്ങി. അങ്ങനെ എല്ലാ ആനകളും കരയ്ക്ക് കയറി. ഒടുവിൽ ഈ ഗജേന്ദ്രൻ കരയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ഗജേന്ദ്രന്റെ കാലിൽ ഒരു മുതല വന്ന് പിടികൂടി. ആ മുതല കരിവീരനെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചു താഴ്ത്താൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കി ഗജേന്ദ്രനത് മനസ്സിലായി. തൻ്റെ കാലിൽ ഒരു മുതല പിടികൂടിയ കാര്യം ആ ആനയ്ക്ക് മനസ്സിലായി. പക്ഷെ അത് നിസ്സാരമായി കണ്ടു. കരയിലെ ഏറ്റവും ശക്തനായ തന്നോട് ബലപരീക്ഷണത്തിന് ഒരു ചെറിയ ജലജന്തു എങ്ങനെ ഇത് ശരിയാകും? അപ്പം അത്ര നിസ്സാരമായി കണ്ട് ഗജേന്ദ്രൻ കരയിലേക്ക് നീങ്ങാൻ ശക്തമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. കാലുകുടഞ്ഞ് കരയിലേക്ക് കയറാൻ നീങ്ങിയ ഗജേന്ദ്രന് മനസ്സിലായി താൻ കരയിലേക്കല്ല വെള്ളത്തിനടിയിലേക്കാണ് പോകുന്നതെന്ന യാഥാർത്ഥ്യം. അങ്ങനെ താൻ പരാജയത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ശരീരത്തിൻ്റെ ബലത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി. അദ്ദേഹം ഭയന്നു. പക്ഷെ വളരെ പെട്ടെന്ന് ഈ ആനയെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചു താഴ്ത്തിക്കൊണ്ടേയിരുന്നു നക്രം, മുതല. ഏതാണ്ട് ഏറെക്കുറെ ശരീരത്തിൻ്റെ നല്ലൊരു ഭാഗവും വെള്ളത്തിനടിയിലേക്ക് താണു. ഈ കാഴ്ച കണ്ട് കരയിലുണ്ടായിരുന്ന കൂട്ടാനകൾക്കൊക്കെ ഭയന്നു. അവർ ചിഹ്നം വിളിച്ചു. കഴിയാവുന്ന ശക്തി ഉപയോഗിച്ച് അവരെല്ലാം ഈ ഗജേന്ദ്രനെ, തങ്ങളുടെ നേതാവിനെ കരയിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു. എല്ലാവരും ചേർന്ന് പിടിച്ചു വലിച്ചു. ഈ ഗജേന്ദ്രനെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്താൻ മുതലയിലെ പിടിയിൽ നിന്ന് രക്ഷിച്ച് കരയിലേക്ക് കയറ്റി കൂടെ കൊണ്ടുപോകാൻ കൂട്ടാനകളും ആ പിടിവലി അതിശക്തമായി തുടർന്നു. ഭാഗവതത്തിന്റെ ഭാഷയിൽ ഈ രണ്ടു കൂട്ടരും തമ്മിൽ നടന്ന പിടിവലി യുഗങ്ങളോളം നീണ്ടു നിന്നാണ് പറയണത്. യുഗങ്ങളോളം എന്ന് പറഞ്ഞാൽ അത്രയും കാലം ആന ഇരു കൂട്ടരും സ്വന്തമാക്കാൻ വേണ്ടി അതിശക്തമായി വലിച്ചുകൊണ്ടേയിരുന്നു. യുഗങ്ങളോളം എന്നുള്ളത് അർത്ഥവാദമാണ്, ഒരു പെരുക്കി പറയലാണ്. പക്ഷെ വളരെയധികം സമയം കഴിഞ്ഞിട്ടും ആനയെ കരയിലേക്ക് കയറ്റാൻ കൂട്ടാനകൾക്ക് സാധിച്ചില്ല. മാത്രമല്ല അവരും ക്ഷീണിച്ചു തുടങ്ങി. എത്രയാണെന്ന് വെച്ചാൽ വലിക്കുക. എല്ലാവരും ചേർന്ന് ആനയെ കരയിലേക്ക് അടുപ്പിക്കാൻ നോക്കിയിട്ടും അവർക്ക് സാധിച്ചില്ല. അവർക്ക് കാര്യം മനസ്സിലായി, രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നവർക്ക് ബോധ്യം വന്നു. അങ്ങനെ ആനകളെ പിടിവിട്ടു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഒന്നൊന്നായി ഈ ഗജേന്ദ്രനെ നിസ്സഹായമായി നോക്കി പിൻവലിഞ്ഞുകൊണ്ടിരുന്നു. തിരിഞ്ഞു നോക്കി എല്ലാ ആനകളും മടങ്ങിപ്പോയി.
അവസാനത്തെ ആനയും കണ്ണിൽ നിന്നും മറഞ്ഞപ്പോഴേക്ക് ഗജേന്ദ്രന്റെ ശരീരം ഏറെക്കുറെ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു എന്ന് പറയാം. തല മാത്രം മുകളിൽ കാണാം. ആ ഘട്ടത്തിൽ ഗജേന്ദ്രന് എല്ലാ ലോകബന്ധങ്ങളുടെയും അർദ്ധശൂന്യതയും നശ്വരതയും പരിപൂർണമായി ബോധ്യം വന്നു. പറഞ്ഞു കേട്ടല്ല, വായിച്ചിട്ടല്ല, ആരുടെയെങ്കിലും ജീവിതത്തെ നോക്കിക്കണ്ടല്ല, സ്വന്തം ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യം ഗജേന്ദ്രന് ബോധ്യം വരികയാണ്. ഇത്രയും നാൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളും തൻ്റെ സുഹൃത്തുക്കളും തന്നെ നേതാവായി കണക്കാക്കിയിരുന്നവരും തൻ്റെ ശരീരം തന്നെയും ഇപ്പോ മരണത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ ആർക്കും തന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ഏത് നിമിഷവും മരണം സംഭവിക്കാം. മുതലയുടെ പിടിയിൽപ്പെട്ട് ശരീരം വെള്ളത്തിനടിയിലേക്ക് താഴാം. അതൊരു വല്ലാത്ത, നമുക്ക് വാസ്തവത്തിൽ ഈ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നതല്ല. മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷം, പരിപൂർണമായ വൈരാഗ്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണത്രേ അത്. പക്ഷെ പലപ്പോഴും പലർക്കും അങ്ങനെ ഒരു നേരനുഭവം ഉണ്ടാകാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച ശ്രേഷ്ഠന്മാരെയാണല്ലോ ഭാഗവതം നമ്മളെ പല ഘട്ടത്തിലും പരിചയപ്പെടുത്തുന്നത്. മുൻകൂട്ടി മരണം മനസ്സിലാക്കി ആ മരണത്തെ അഭിമുഖീകരിക്കാനും ജയിക്കാനുള്ള വഴി തേടിയവരെ കുറിച്ചാണല്ലോ ഭാഗവതം നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെയും ഒരു ആനയെ മുൻനിർത്തിക്കൊണ്ട് ഉപമിച്ചുകൊണ്ട് ഈ ഒരു ചരിതം തന്നെയാണ് മഹർഷി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും കായിക ശക്തിയുള്ള, കരയിലെ ഏറ്റവും കരുത്തനായ, എല്ലാവരെയും അടക്കി ഭരിച്ച് ഏറ്റവും ബലവാനായി കഴിഞ്ഞിരുന്ന ഒരു ആന കാട്ടിലെ ജലാശയത്തിനുള്ളിൽ നിസ്സാരനായി തീർന്നു. ഒരു മുതലയുടെ മുമ്പിൽ നിസ്സാരനായി തീരുകയാണ് മുതലയുടെ മുമ്പിൽ. അപ്പൊ ഏറെക്കുറെ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങുമ്പോൾ പരിപൂർണ വൈരാഗ്യമുണ്ടായ അദ്ദേഹം തന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ഇന്ദ്രദ്യുമ്നനായ താൻ കാട്ടിൽ താമസിക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷിയെ അധിക്ഷേപിച്ചതിന്റെ ഫലമായിട്ടാണ് തനിക്കിങ്ങനെ ഒരു താണജന്മം, ഒരു മൃഗജന്മം കിട്ടിയത് എന്ന് ഓർത്തെടുക്കാൻ സാധിച്ചു. കാരണം ബാക്കി എല്ലാ വിഷയങ്ങളും മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ പരിപൂർണമായി ഭഗവാനിൽ സമർപ്പിത ചിത്തനായി ഗജേന്ദ്രൻ. അപ്പൊ ആ കാലത്ത് ഭഗവാനെ സ്തുതിച്ചിരുന്ന കുറേ ശ്ലോകങ്ങളും അതുപോലെ സങ്കല്പങ്ങളും ഗജേന്ദ്രൻ ഓർമ്മ വന്നു. ഒന്നൊന്നായി അവയെ ഓർത്തുകൊണ്ട് ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു. ഇപ്പൊ ഇവിടെ ഭഗവാനെ ആരാധിക്കാൻ, ഭഗവാനെ സമർപ്പിക്കാൻ ദ്രവ്യങ്ങളില്ല, യാതൊരു അലങ്കാരങ്ങളും പദാർത്ഥങ്ങളും ചുറ്റുപാടുകളുമില്ല. എല്ലാം തനിക്ക് പ്രതികൂലമാണ്. തന്നെ സഹായിക്കാൻ ഇവിടെ ബന്ധുജനങ്ങളില്ല. ഭഗവാനെ ആരാധിക്കാൻ എന്തെങ്കിലും പദാർത്ഥങ്ങളോ സംവിധാനങ്ങളോ ഇല്ല. ഇനി ഒന്ന് ഉറക്കെ നിലവിളിച്ചാൽ ആ ശബ്ദത്തിന്റെ പ്രതിധ്വനി മാത്രമായിരിക്കും മടങ്ങി വരിക. അപ്പൊ എല്ലാം കൊണ്ടും ലോകം തനിക്ക് വിപരീതമാണ്, പ്രതികൂലമാണ്. ആ സാഹചര്യത്തിൽ ഇനി ലോകത്തെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഈ ലോകത്തിൽ ഒന്നിനെയും ആശ്രയിച്ചാൽ തനിക്ക് ഈ മരണത്തിൽ നിന്ന് മുക്തനാകാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഗജേന്ദ്രന് ബോധ്യമാകുകയാണ്. ഇനിയിപ്പോൾ ലോകത്തെ ആശ്രയിക്കാൻ, അല്ലെങ്കിൽ പിന്നെ ആരെ ആശ്രയിക്കും? ലോകത്തിന്റെ ഉദ്ഭവം എവിടെയാണോ, ഉപാദാന കാരണം എവിടെയാണോ, ആ കാരണത്തെ തന്നെ ആശ്രയിക്കാൻ ഗജേന്ദ്രന് ഒരു ചോദന, ഒരു പ്രേരണ ഉള്ളിലുണ്ടായി. അപ്പൊ സർവവ്യാപിയായിരിക്കുന്ന പരമേശ്വരനെ സഗുണഭാവത്തിൽ വർണ്ണിക്കുന്ന കുറേ ശ്ലോകങ്ങൾ അവിടെ ഗജേന്ദ്രൻ സമർപ്പിക്കുകയാണ്. മറ്റൊന്നും ഇവിടെ ചെയ്യാനില്ല. ഇവിടെ ഗജേന്ദ്രന് ഭഗവാനെ ആശ്രയിക്കാൻ, ആരാധിക്കാൻ മേൽ പറഞ്ഞതുപോലെ പദാർത്ഥങ്ങളില്ല, പിന്നെ പ്രതീകങ്ങളില്ല, അതിനുള്ള അനുകൂല ഘടകങ്ങളൊന്നും തന്നെ ഗജേന്ദ്രന്റെ അധീനതയിലില്ല. അവയെല്ലാം പോയിപ്പോയിരിക്കുന്നു. ഇവിടെ ഗജേന്ദ്രന് സ്വന്തമായി ഭഗവാനെ ആശ്രയിക്കാനും ആരാധിക്കാനും ഉള്ളത് തൻ്റെ മനസ്സും, ആ മനസ്സ് ശബ്ദമായി തീരുന്ന സ്തുതികളും മാത്രമാണ്. അപ്പോൾ മനസ്സിൽ ഭഗവാനെ സഗുണ രൂപത്തിൽ സങ്കല്പിച്ച് ആ വർണ്ണന അതിമനോഹരമായി ഗജേന്ദ്രൻ അവിടെ അവതരിപ്പിക്കുകയാണ്. അതിസൂക്ഷ്മമായിരിക്കുന്ന തലത്തിലും ഏറ്റവും ബൃഹത്തായ രീതിയിലും നിലനിൽക്കുന്ന, ഏകമായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, നിരാമയമായിട്ടുള്ള, ഒന്നിനോടും ചേരാതെ എന്നാൽ എല്ലാറ്റിനും കാരണമായി വർത്തിക്കുന്ന പരമ്പൊരുളിനെ ഗജേന്ദ്രൻ സർവാത്മന ആശ്രയിച്ചു. അങ്ങനെ ആ സ്തുതികൾ പൂർത്തിയായി വരുന്ന ഘട്ടത്തിൽ ആകാശത്ത് അതിദിവ്യമായ ഒരു വൈഷ്ണവരൂപം പ്രകടമായി. ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണു അവിടെ ആവിർഭവിച്ചു. തൻ്റെ ത്രിചക്രം ഉപയോഗിച്ച് ഈ നക്രത്തിന്റെ മുതലയുടെ ശിരസ് ഛേദിക്കുകയാണ്. അപ്പോൾ കാലിൽ നിന്നും മുതലയുടെ പിടിവിട്ടു. ആ മുതലയുടെ ശരീരത്തിൽ നിന്നും ഒരു ഗന്ധർവ രൂപം അവിടെ പ്രകടമായി. ഹൂഹു എന്ന പേരുള്ളൊരു ഗന്ധർവനായിരുന്നു അത്. ഗന്ധർവൻ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ദേവല മഹർഷിയുടെ ശാപനിമിത്തം ഈ മുതലയായി തീർന്നതാണ്. ദേവസ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം മഹർഷി സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ
വെള്ളത്തിനടിയിലൂടെ പോയി അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ചു വലിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. അന്ന് അദ്ദേഹം എന്നെ ശപിച്ചതാണ് മുതലയായി തീരട്ടെ എന്ന്. ഞാൻ എൻ്റെ ആ ഒരു മാപ്പ് അല്ലെങ്കിൽ ക്ഷമാപണം അദ്ദേഹത്തോട് നടത്തിയപ്പോൾ അദ്ദേഹം അനുഗ്രഹിച്ചതാണ്, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് ശാപമോക്ഷം കിട്ടും. ഞാൻ അന്ന് മുതൽ ഈ ജലാശയത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തു കിടക്കുകയാണ്. അതിന് പ്രകൃതി എല്ലാം കൂടി അനുയോജ്യമായ ഒരു രംഗം സജ്ജീകരിച്ചു തന്നു. ആനയുടെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഉയർന്ന് ഭഗവാനിൽ ലയിച്ചതോടെ ഗജേന്ദ്രൻ്റെ ജീവിതം പൂർത്തിയായി. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ കഥാഭാഗം 8ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കാണുന്നതിൻ്റെ ഉപരി ഭാഗമായിട്ട്. അപ്പോൾ ഭഗവാനെ പരിപൂർണമായി ആശ്രയിക്കാനുള്ള ഒരു അതിശക്തമായ നിർദ്ദേശവും ആഹ്വാനവുമാണ് ഗജേന്ദ്രമോക്ഷത്തിലുള്ളത് എന്ന് നമുക്കറിയാം, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ വർത്തമാനകാല സ്ഥിതിയുമായി ഇതിനെ തുലനം ചെയ്തു നോക്കുമ്പോൾ ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ ഒരു സാഹചര്യത്തോടോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തോടോ ഉള്ള നമ്മുടെ ആശ്രയം അല്ലെങ്കിൽ നമ്മുടെ അതിരുകടന്ന ആസക്തി അല്ലെങ്കിൽ മമത, ഇതൊക്കെ ആത്യന്തികമായി നമ്മെ സംരക്ഷിക്കാനും നിലനിർത്താനും പര്യാപ്തമല്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഭഗവാനോട് പരിപൂർണമായ ഒരു സമർപ്പണ ബോധം അല്ലെങ്കിൽ സമർപ്പണ ഭാവം ഒരാളിൽ അങ്കുരിക്കുക. അതുണ്ടാകാത്തിടത്തോളം കാലം മറ്റു പല വിഷയങ്ങളിലുമായിരിക്കും മനസ്സ് ആശ്രയം കാണുക. സമ്പത്തിൽ, ആരോഗ്യത്തിൽ, പിന്നെ ബന്ധങ്ങളിൽ, നമ്മുടെ പദവിയിൽ, ഇതിനെല്ലാറ്റും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജീവിതമായിരിക്കും പൊതുവെ ലോകരിൽ കാണപ്പെടുക. പക്ഷെ അതൊന്നും തന്നെ ഒരു നിർണായക ഘട്ടത്തിൽ, അതായത് ആത്യന്തികമായ സ്ഥിതിയിൽ ഒരാളെയും സംരക്ഷിക്കാൻ പര്യാപ്തമല്ല എന്ന തിരിച്ചറിവാണ് ഈ വൈരാഗ്യത്തിൻ്റെ തുടക്കം. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ ഉപേക്ഷിക്കുക, ഒഴിവാക്കുക എന്ന അർത്ഥത്തിലല്ല. ആ തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സാധകൻ. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളെയും തൻ്റെ ഔദ്യോഗിക ചുമതലകളെയും സാമൂഹ്യ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും ഒക്കെ അതിൻ്റേതായ അർത്ഥതലത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാമർഥ്യം ഒരു സാധകന്, ഒരു ആത്മാന്വേഷിക്കുണ്ടാകേണ്ടതുണ്ട്. ലോകത്തെ ഒന്നിനെയും ഉപേക്ഷിക്കാനോ വെറുക്കാനോ അല്ല തള്ളിക്കളയാനോ ഒന്നും ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നില്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ മനോവിശാലത അത് കൈവരിക്കണം. അപ്പം അതിനെന്തു വേണം? പ്രകൃത്യാൽ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെയും ദുർഗുണങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് നമുക്കിപ്പോൾ നമ്മെ അറിയാൻ, നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ശീലങ്ങൾ, ദുശീലങ്ങൾ, നമ്മുടെ മേന്മകൾ, നമ്മുടെ കുറവുകൾ, ഇതൊക്കെ അറിയാൻ ഒരു സ്കാനിങ്ങിനും പോട്ട കാര്യമില്ല, ഒരാളും പരിശോധിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് നാം ആരാണെന്നുള്ളത് വളരെ കൃത്യമായി അറിയാം. അതിനെ സ്വയം അംഗീകരിച്ചുകൊണ്ട്, അതായത് സ്വയം സമ്മതിച്ചുകൊണ്ട് അതിലെ പോരായ്മകൾ നികത്താൻ ശ്രമിക്കണം. അപ്പോൾ ആ പോരായ്മകൾ തിരിച്ചറിഞ്ഞാലോ അതിന് വിപരീതമായ ശീലങ്ങളിൽ നമ്മൾ ബോധപൂർവം പ്രവേശിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അസൂയ എന്നതൊരു ദുർഗുണമാണെന്നിരിക്കട്ടെ, മറ്റുള്ളവരുടെ വളർച്ചയിൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഈ അസൂയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അസൂയ ഉണ്ടെന്ന് നമുക്ക് സ്വയം അറിയാൻ എന്താ വഴി? ഏത് സ്കാനിങ്ങിന്? ഒരു സ്കാനിങ്ങിനും ഉണ്ട്. നമ്മെ തന്നെ സ്വയം പരിശോധിച്ചാൽ, നാം സ്വയം നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമ്മളിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് സ്വയം അറിയാൻ സാധിക്കും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലോ ബോധപൂർവം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമ്മുടേതായ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഏത് സന്ദർഭങ്ങളിലും മറ്റുള്ളവരുടെ നന്മകളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ക്രമേണ അത്തരം ദുർഗുണം മാറുമെന്നല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഉടനടി ഇതങ്ങോട്ട് നീങ്ങിപ്പോകില്ല. അത് അനവധി കാലം കൊണ്ട് ആർജിക്കപ്പെട്ടതാണ്. അത് സൂക്ഷ്മരൂപത്തിലൊരു സാധകൻ ഉള്ളിടത്തോളം കാലം ഏതൊരു സാഹചര്യത്തിലും അതൊരു പ്രകടനമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം നല്ല ശീലങ്ങളെ, ഒരാളിൽ നന്മ കണ്ടാൽ, ഒരാളിൽ നമ്മളെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ പ്രകടമായി കണ്ടാൽ അവരെ അഭിനന്ദിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന രീതി നിർബന്ധപൂർവം നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ ക്രമേണ, ഇതൊരു കാര്യം മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. അങ്ങനെ ഓരോരോ ദുർഗണങ്ങളെയും നീക്കം ചെയ്യാൻ നമ്മൾ സ്വയം സന്നദ്ധരാകാത്തിടത്തോളം കാലം പിന്നെ ഇവിടെ ആർക്കാ സാധിക്കുക? നമ്മളെ സംസ്കരിക്കാൻ പ്രകൃതി കോശത്തിന് സാധിക്കും. പ്രകൃതി നമ്മെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും നിരവധി തവണ കൊണ്ടുപോയി. നിരവധി തവണ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിരവധി ജന്മങ്ങൾ അതിന് വേണ്ടി വന്നേക്കാം. നിരവധി തവണ കൊണ്ടുപോയി നമ്മെ സംസ്കരിച്ച് പരിശുദ്ധരാക്കി പരമപദ പ്രാപ്തിക്ക് യോഗ്യരാക്കും. അതിന് കാലം ഇവിടെ ഒരു വലിയ ഘടകമാണ്. ആ കാലഗണനയെ നമ്മുടെ മുമ്പിൽ ആദ്യം അവതരിപ്പിച്ചു. അതുകൊണ്ട് ഒരു സാധകന്റെ ജീവിതവും സാധകന്റെ ലക്ഷ്യവും അല്പകാലം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ, ഇത്ര കാലം കൊണ്ട്, ഇത്ര സമയം കൊണ്ട്, ഇത്ര പ്രായത്തിൽ, ഇന്ന അവസരത്തിലെന്ന് നമുക്ക് കൃത്യമായി നിർണ്ണയിക്കാൻ സാധ്യമല്ല. ചിലപ്പോൾ ജന്മങ്ങൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ ആത്യന്തികമായി നാം ഇത്തരം സന്ദർഭങ്ങളെ അല്ലെങ്കിൽ കഥകളെ പരിഗണിക്കുമ്പോൾ അതിൽ ഒരു ജന്മത്തിലല്ല, അനവധി ജന്മങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ചിലർക്ക് ഒരു ജന്മത്തിലാകാം,
ചിലർക്ക് 2-3 ജന്മങ്ങൾ വേണ്ടി വന്നേക്കാം. ഈ ജന്മങ്ങൾ എന്തിനു വേണ്ടിയാ? ജീവനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ, മലീമസ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രകൃതി ഒരുക്കുന്ന സാഹചര്യങ്ങളായി വേണം ഇതിനെ പരിഗണിക്കാൻ. അങ്ങനെ വരുമ്പോൾ ലോകത്തിന്റെ സ്തുതി, ലോകത്തിന്റെ നിന്ദ, ലോകം നൽകുന്ന സമ്മാനം, ലോകം നൽകുന്ന തിരസ്കാരം, അനുകൂലമായി വരുന്ന സാഹചര്യങ്ങൾ, പ്രതികൂല സന്ദർഭങ്ങൾ, ഇതെല്ലാം നമ്മെ സ്വയം പരീക്ഷിക്കാനുള്ള സന്ദർഭങ്ങളായി ഒരു സാധകന് കാണാൻ സാധിക്കണം. അപ്പം അങ്ങനെ ഒരു വീക്ഷണം നമ്മിലുണ്ടെങ്കിലേ ഇത്തരം പരിശ്രമങ്ങൾക്ക് പ്രയോജനമുണ്ടാകൂ. അങ്ങനെയുള്ള പരീക്ഷാഘട്ടങ്ങൾ നിരവധി ഈ ലോകത്തുണ്ടാകും. അതിൻ്റെ ഒരു സൂചനയാണ് കരയിൽ ശക്തനായിരുന്നു ഗജേന്ദ്രൻ. പണമുണ്ട്, നമുക്ക് ബന്ധുക്കൾ ധാരാളമുണ്ട്, എന്ത് പറഞ്ഞാലും ചെയ്തു തരാൻ സുഹൃത്തുക്കളുണ്ട്, അധികാരമുണ്ട്, ആരോഗ്യവും അഴകുമുണ്ട്. എന്താ ഈ ലോകത്തില്ലാത്തത്? അങ്ങനെ ഇവയുടെ എല്ലാം മുകളിൽ ജീവിച്ചിരുന്ന ഒരാൾക്കും ഏത് ഘട്ടത്തിലും നിസ്സഹായത ഉണ്ടാകാം. ലോകം അങ്ങനെയാണ്. എപ്പോഴും അപകടങ്ങളും ദുരന്തങ്ങളും അതുപോലെ പ്രശ്നങ്ങളും നമുക്ക് മുമ്പിൽ പ്രകൃതിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് നമുക്ക് മുമ്പിൽ ഉണരുക എന്ന് മുൻകൂട്ടി നിർവചിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എത്രയുണ്ട് ജീവിതത്തിൽ. നമുക്ക് പലരെയും അറിയാം, ലോകത്ത് പലരുമായി നമ്മൾ പരിചയപ്പെടാറുണ്ട്, അവരുടെയൊക്കെ ജീവിതം പരിശോധിക്കാറുണ്ട്. പലപ്പോഴും ഇങ്ങനൊരു വൈരാഗ്യം അല്ലെങ്കിൽ വിവേകം ജീവിതത്തിൻ്റെ സായാഹ്ന ഘട്ടത്തിൽ അവസാന നിമിഷങ്ങളിലാണ് ചിലരൊക്കെ ഉണ്ടാകുക. ഒരു കാലത്ത് എല്ലാവരെയും അടക്കി ഭരിച്ച് തൻ്റെ കാൽ കീഴിൽ നിർത്തി തൻ്റെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റി അവരെന്തെങ്കിലും ശബ്ദമുയർത്തൽ അവരെ അധിക്ഷേപിച്ചും അടിച്ചമർത്തിയും വലിയ കേമന്മാരായും ഒക്കെ ജീവിച്ചിരുന്നവരെ നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ അവർക്ക് സമ്പത്തുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ മേൽ സ്വാധീനമുണ്ടായിരുന്നു, ആൾബലമുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവയുടെയൊക്കെ പേരിൽ മറ്റു പലരെയും അവരുടെയൊക്കെ സ്വാതന്ത്ര്യത്തെയും അവരുടെ സന്തോഷത്തെയും ഒക്കെ തല്ലിക്കെടുത്തുകൊണ്ട് ജീവിച്ച മനുഷ്യരെ നമുക്ക്, ഗജേന്ദ്രന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ചുറ്റുപാടുമോ നമ്മുടെ ജീവിതത്തോട് ചേർന്നോ ജീവിച്ചിരുന്ന ഇതുപോലെ ഗജേന്ദ്രന് സമാനമായ മനുഷ്യരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, അവസാന കാലത്ത് കിടക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ, സ്വന്തം ശാരീരിക ആവശ്യങ്ങൾ പോലും സ്വയം നടത്താൻ സാധിക്കാതെ, ഇനി അഥവാ ശരീരം സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കാതെ നിസ്സഹായരായി കിടക്കുന്ന രംഗങ്ങളുണ്ട്. എത്രയോ പേരെ നമുക്കറിയാം. അങ്ങനെ കിടക്കുമ്പോഴും ഓർമ്മ നശിച്ചിട്ടില്ല എങ്കിൽ പലർക്കും അവരുടെ പൂർവ്വജീവിതം, അതായത് പഴയകാല ജീവിതം പലർക്കും ഓർമ്മ വരും. ചിലരൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകണത് കാണാം. പണ്ട് ഉപദ്രവിച്ചവരൊക്കെ അടുത്ത് വരുമ്പോൾ അവരോട് മാപ്പ് പറയണം, ക്ഷമ ചോദിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ ശരീരം ചലിക്കുന്നില്ല, പറയാൻ വാക്കുകൾ പൊന്തി വരുന്നില്ല. അപ്പം മനസ്സ് അതികഠിനമായ ദുഃഖം അനുഭവിക്കുന്നത്. ആ ദുഃഖമാണ് കണ്ണീരായി ഒഴുകുന്നത്. പക്ഷെ അപ്പോൾ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ വിവേകമുള്ള മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, വിവേകത്തോടുകൂടി ലോകത്ത് എങ്ങനെ മുന്നേറണം, അതിനുപമിക്കാൻ മനുഷ്യന് പരിചയമുള്ള ഏറ്റവും ശക്തനായ ഒരു മൃഗത്തെ ഇവിടെ ശ്രീമദ് ഭാഗവതം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള മുന്നറിവുകളിലൂടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും അതിന് ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യം മുൻപിൽ സ്ഥാപിക്കാനും ശ്രോതാക്കളെ, ഭക്തന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭാഗവതം ഇവയിലൂടെ ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിസ്സഹായത എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, എല്ലാവരും ഒഴിവാക്കി കഴിയുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, ഇനി എന്താണ് തനിക്ക് ചെയ്യാനുള്ളത് എന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ എത്തുമ്പോഴല്ല ഭഗവാനെ ആശ്രയിക്കേണ്ടതും ആരാധിക്കേണ്ടത്. അതിന് ആരോഗ്യവും കായികക്ഷമതയും മനസ്സിന് സ്ഥിരോത്സാഹവും ബുദ്ധിക്ക് നല്ല തെളിച്ചവുമുള്ള ഘട്ടത്തിൽ തന്നെ തുടങ്ങേണ്ടതാണ്. കാലം കഴിയാൻ കാത്തിരിക്കുകയല്ല വേണ്ടത്. ആരോഗ്യത്തോടു കൂടിയിരിക്കുമ്പോൾ, എങ്ങനെയുള്ള ആരോഗ്യം? മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള ഘട്ടത്തിൽ തന്നെ അധ്യാത്മ സാധനയ്ക്ക് ആരംഭിക്കണം മനുഷ്യൻ. അപ്പം അല്ലാത്തവരെ ഒഴിവാക്കുകയല്ല ചെയ്യണത്. ഇങ്ങനെയുള്ള സാഹിത്യങ്ങളിലൂടെ നമ്മളെ പഠിക്കുന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാം കഴിഞ്ഞിനി എല്ലാം തീരട്ടെ, മകളുടെ കല്യാണം കഴിയട്ടെ, പേരക്കുട്ടിയുടെ ചോറൂണ് കഴിയട്ടെ, 60 വയസ്സ് പൂർത്തിയാകട്ടെ, 84 തുടങ്ങാം, 90 കൂടി ആയാൽ നന്നായിരുന്നു എന്ന് കാത്തിരിക്കാനല്ല ഇവിടെ ഭാഗവതം ഉപദേശിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ഭൗതിക നേട്ടങ്ങളും ആത്യന്തികമായി മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പര്യാപ്തമല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലും മരണത്തെ അതിജീവിക്കാനുള്ളൊരു മാർഗവും അതിവിടെ ഭാഗവതം ഉപദേശിക്കുന്നു. ഭഗവാനെ സഗുണരൂപത്തിൽ ആരാധിച്ച് പരിപൂർണമായ അന്ധകരണ ശുദ്ധി കൈവരിച്ച് ആത്മത പ്രാപ്തിക്ക് നിരന്തരം ശ്രദ്ധിക്കൂ, അതിൽ മുഴുകൂ, അതിൽ പരിപൂർണ വിജയം കൈവരിക്കൂ എന്നാണ് ഈ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഒരു പൊതു താല്പര്യം. ഈ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ പഠനവും നിരന്തരമായ അനുസന്ധാനവും ആത്മത പ്രാപ്തിക്ക് ഓരോരുത്തരെയും യോഗ്യനാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രകരണം തന്നെ ഉപസംഹരിക്കുന്നത്.
അപ്പോൾ വൈരാഗ്യം ഭക്തന്മാർക്കും സാധകന്മാർക്കും ജിജ്ഞാസുക്കൾക്കുമൊക്കെ യോഗചര്യയിൽ സഞ്ചരിക്കുന്നവർക്കും വൈരാഗ്യം അത്യന്താപേക്ഷിതമാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പെന്ന് വിചാരിക്കരുത്. എല്ലാറ്റിനോടും വെറുപ്പാണ് വൈരാഗ്യം. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു രാമകൃഷ്ണദേവന്റെ ഒരു ഉപദേശത്തിലെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളാണ്, അവരൊക്കെ വളർന്ന് അവരെയൊക്കെ ജോലിക്ക് ഒക്കെ അയച്ച് കല്യാണം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം എല്ലാം വിടണം. എവിടെ? വീടൊക്കെ വിട്ട് ഏതെങ്കിലും നദിയുടെ തീരത്ത് പോയി ഒരു കുടീരം നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ പർണശാല തീർത്ത് അവിടെ ഇരുന്ന് ഭഗവാനെ പൂജിക്കണം. എങ്ങനെ പൂജിക്കണം? അതിൻ്റെ വിഗ്രഹം വാങ്ങണം, ആ വിഗ്രഹം അവിടെ ഒരു പൂജാമുറിയിൽ സ്ഥാപിക്കണം, അതിന് നിത്യവും മാല കെട്ടി അണിയിക്കണം, പിന്നീട് നിവേദ്യം നടത്തണം, അഭിഷേകം നടത്തണം, ദീപാരാധന നടത്തണം. ഇതൊക്കെയാണ് എപ്പോഴാണ്? ഇവർ വളർന്ന് ഇവരെ കല്യാണം കഴിച്ച് അയച്ച് ഏതാണ്ട് ജീവിതത്തിലെ എല്ലാ ചുമതലകളും തീർന്നതിന് ശേഷം. അപ്പോഴാണ് ഭഗവാനെ ആശ്രയിക്കാൻ പുറപ്പെടുന്നത്. ഇപ്പോഴെന്തുകൊണ്ടായിക്കൂടാ? ഇപ്പോഴെങ്ങനെയാണ് നടക്കുക? നോക്കൂ, ഈ ഉണ്ടായ കുഞ്ഞുങ്ങൾ, മക്കൾ, അവർ ഈശ്വര സ്വരൂപികളാണെന്ന് എന്തുകൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല? അവരെ സംരക്ഷിക്കുന്നതും അവർക്ക് ആഹാരം കൊടുക്കുന്നതും അവരെ വേഷമണിയിക്കുന്നതും അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെ ഭഗവത് ചര്യയായി, സാധനയായി, തപസ്സായി, ഈശ്വര ആരാധനയായി കാണാനുള്ള മനസ്സെന്തുകൊണ്ടുണ്ടാകില്ല? അതുതന്നെയാണ്. അപ്പൊ ജീവനുള്ള ദേഹത്തെ പരിചരിക്കുന്നത് പൂജയായി കണക്കാക്കാതെ ജീവനില്ലാത്ത ശിലാരൂപത്തെ അല്ലെങ്കിൽ വിഗ്രഹത്തെ ഈശ്വരനായി കാണുന്നതിൽ എന്തർത്ഥം? ഇതെല്ലാം നമുക്ക് ആവശ്യം. അപ്പൊ സജീവമാണ് ഈശ്വര സാന്നിധ്യം. അതുകൊണ്ട് ആ സജീവ സാന്നിധ്യത്തെ അറിയാനുള്ള അവസരം ജീവിതത്തിൽ സായാഹ്നകാലത്തല്ല, ജീവിത ആരംഭത്തിൽ തന്നെയാണ് എന്നതൊന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രകരണം അവസാനിക്കുന്നത്. നമുക്കും തത്കാലം ഇവിടെ നിർത്താം. ഉടൻ തന്നെ അടുത്ത തത്വപ്രവചനം സമാരംഭിക്കും. ഭാഗവതപാരായണം ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. നാളെ രാവിലെ 5 മണിക്ക് തന്നെ 4-ാമത്തെ സ്കന്ധത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഈ സത്രശാലയിൽ പാരായണം ചെയ്യും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ കണ്ടും കാണാതിരുന്നും മിഴിയിലെ മഴയാൽ നീ നനഞ്ഞെന്നതോർത്തും കൊണ്ടൽ കണ്ടെന്റെ നെഞ്ചം തിരുനിറനിറവാൽ നിന്തനുച്ചന്തമോർത്തും നീയോ നിന്നീൾമിഴിക്കോണൊരു നൊടിയിളകും മട്ടിലൻ കണ്ണിൽ നോക്കി കണ്ണാ കണ്ണീരിനാഴം പലകുറി പരിശോധിക്കയോ ലീലയോ ചൊൽ. കണ്ണാ കണ്ണീരിനാഴം പലകുറി പരിശോധിക്കയോ ലീലയോ ചൊൽ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.